ശ്രീമന്നാരായണന്റെ 10ാമത്തെ വൃക്ഷയജ്ഞത്തിലെ 1,00,000 തികയുന്ന ആര്യവേപ്പിൻ തൈ മുഖ്യമന്ത്രി പിണറായി വിജയൻ നട്ടു. 1,00,000 ആര്യവേപ്പിൻ തൈകൾ എറണാകുളം ജില്ലയിൽ വച്ചുപിടിപ്പിക്കുന്നതിനായി 2023 ജൂൺ 5-ന് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ച യജ്ഞം ഇതോടെ പൂർത്തീകരിച്ചു. കളമശ്ശേരി രാജഗിരി സ്കൂൾ കോമ്പൗണ്ടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൈ നട്ടത്. കഴിഞ്ഞ ജൂൺ 5-ന് പരിസ്ഥിതി ദിനത്തിൽ 1,00,000 തികയാൻ ബാക്കിയുണ്ടായിരുന്ന 12,000 തൈകൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നട്ടാണ് ലക്ഷ്യം സാക്ഷാത്കരിച്ചത്. മുപ്പത്തടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീമന്നാരായണന്റെ എന്റെ ഗ്രാമം ഗാന്ധിജിയിലൂടെ മിഷനാണ് ഈ യജ്ഞം നടപ്പിലാക്കിയത്. ഏറ്റവും കൂടുതൽ വായു, ജല, മണ്ണ് മലിനീകരണം നേരിടുന്ന എറണാകുളം ജില്ലയിൽ അവ പരിഹരിക്കുന്നതിന് ഈ യജ്ഞം വലിയ സഹായകമാകുമെന്ന് ശ്രീമന്നാരായണൻ പറഞ്ഞു. കോവിഡിനെ പ്രതിരോധിക്കാനുള്ള ആര്യവേപ്പിന്റെ കഴിവ് വിവരണാതീതമാണ്. മറ്റു വിഷകീടങ്ങളും പ്രാണികളും പാമ്പുകൾ പോലും ആര്യവേപ്പിന് സമീപം വരില്ലത്രേ. അതുകൊണ്ട് ആളുകൾ തിങ്ങി പാർക്കുന്ന ജില്ലയിലെ കോളനികൾ കേന്ദ്രീകരിച്ചാണ് കൂടുതലും തൈകൾ നട്ടത്. യജ്ഞത്തിനാവശ്യമായ ആര്യവേപ്പിൻ തൈകൾ തമിഴ്നാട്ടിൽ നിന്നാണ് എത്തിച്ചത്. കഴിഞ്ഞ 9 വൃക്ഷയജ്ഞങ്ങളിലൂടെ 5,50,000 ലക്ഷം വൃക്ഷത്തൈകൾ സംസ്ഥാനത്തും അയൽ സംസ്ഥാനങ്ങളിലും വിതരണം ചെയ്യുകയും വച്ചുപിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവ ഭൂരിഭാഗവും ഫലം തന്നു തുടങ്ങിയിട്ടുമുണ്ട്. സ്വന്തം ഗ്രാമമായ മുപ്പത്തടത്തിൽ 10,001 മാവും പ്ലാവും നേരിട്ട് ചെന്ന വച്ചുപിടിപ്പിച്ചവയും 3 വർഷം മുമ്പ് മുതൽ ഫലം തന്നു. കൂടാതെ നടാം നനയ്ക്കാം നടയിൽ വയ്ക്കാം പദ്ധതിയിലൂടെ 1,50,000 ലക്ഷം ചെത്തി, തുളസി, കൂവളം തൈകളും വിതരണം ചെയ്തിട്ടുണ്ട്. പക്ഷികൾക്ക് വേനൽക്കാലത്ത് വെള്ളം പകർന്നു വയ്ക്കാനായി ആരംഭിച്ച ശ്രീമന്നാരായണന്റെ ജീവജലത്തിന് ഒരു മൺപാത്രം പദ്ധതിയിലൂടെ 2,00,000 മൺപാത്രങ്ങൾ ഇതുവരെ വിതരണം ചെയ്തു. മന്ത്രി പി രാജീവ്, ഹൈബി ഈഡൻ MP, കളക്ടർ ഉമേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, ഫാദർ ബെന്നിനൽക്കര, ഫാദർ പൗലോസ് കിടങ്ങൻ, VM ശശി, ജമാൽ മണക്കാടൻ, ശശിധരൻ കല്ലേരി, KS പ്രകാശൻ, രവി നായർ, മുഹമ്മദ് അലി, VS നീലകണ്ഠൻ, മോഹനൻ പുന്നേലി, PA അബൂബക്കർ, MA ഫിറോസ് ഖാൻ, JN മാരിൽ, PK സദാശിവംപിള്ള, ഡോക്ടർ സുന്ദരം വേലായുധൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ജൂൺ 5-ാം തീയതി നമ്മളൊരു മഹത്തായ യജ്ഞം സ്റ്റാർട്ട് ചെയ്തു. എറണാകുളം ജില്ലയിൽ 1,00,000 ആര്യവേപ്പ് വച്ചു പിടിപ്പിക്കുന്ന ഒരു മഹായജ്ഞം. മറ്റുള്ള ജില്ലകളേക്കാൾ ഏറ്റവും കൂടുതൽ പൊള്യൂഷൻ അനുഭവപ്പെടുന്ന, മലിനീകരണം അനുഭവപ്പെടുന്ന ഒരു ജില്ലയാണ് എറണാകുളം. അപ്പോൾ ഇങ്ങനെയുള്ള മലിനീകരണത്തെ പ്രതിരോധിക്കാൻ വൃക്ഷങ്ങൾക്ക് മാത്രമാണ് കഴിയുക. അത് വിദഗ്ധമായി അത് പരിഹരിക്കാൻ. ആ വൃക്ഷങ്ങളിൽ തന്നെ ആര്യവേപ്പാണ് ഏറ്റവും മികച്ചത്. ഒരു ആര്യവേപ്പ് 50 വൃക്ഷങ്ങൾക്ക് സമമാണ്. ഈ 1,00,000 ആര്യവേപ്പ് വച്ചു പിടിപ്പിക്കുന്നതിന് പ്രമുഖമായ പരിഗണന കൊടുത്തത് കോളനികൾക്കാണ്. കോളനികളിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കാണ്, വീടുകളൊക്കെ അടുത്തടുത്തുണ്ട്. അപ്പോൾ എന്തെങ്കിലും സാംക്രമിക രോഗങ്ങളൊക്കെ വന്നാൽ പെട്ടെന്ന് പടർന്ന് പിടിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുത്തത് കോളനികളിലാണ്. അങ്ങനെ ഈ കഴിഞ്ഞ ജൂൺ 5-ന്, അതായത് 2023 ജൂൺ 5 കഴിഞ്ഞ് 24 ജൂൺ 5 കഴിഞ്ഞ് 25 ജൂൺ 5 കൂടി ഏകദേശം 1,00,000 ആര്യവേപ്പ് നമ്മൾ വലിയ ജനപങ്കാളിത്തത്തോടെ, പ്രത്യേകിച്ച് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെയൊക്കെ സഹകരണം, മറ്റുള്ള സംഘടനകൾ, സ്കൂളുകൾ, അവരുടെയൊക്കെ സഹകരണത്തോടുകൂടി നമ്മൾ 1,00,000 ആര്യവേപ്പ് എറണാകുളം ജില്ലയിൽ വെച്ച് പിടിപ്പിച്ചു. ഇന്നിപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ 1,00,000 തികയുന്ന ആര്യവേപ്പ് ഈ രാജഗിരി ഹൈസ്കൂളിൻ്റെ ക്യാമ്പസിലെ ഈ അങ്കണത്തിലെ പ്രത്യേകം സജ്ജമാക്കിയ ഒരു സ്ഥലത്ത് വച്ച് നടുകയാണ്. ഈ മഹായജ്ഞത്തിന് ഏറ്റവും മംഗളകരമായ ഒരു പരിസമാപ്തി ഇതോടെ വരികയാണ്.